നമസ്കാരം. നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഞെട്ടിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയും അതിന്റെ നേതാവ് ഷീ ജിൻപിങ്ങും. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞ US, പക്ഷേ വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യയെ ഇരയാക്കാൻ സാധ്യതയില്ല എന്നതാണ് ചൈന കണക്ക് കൂട്ടുന്നത്. ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നും കരുതുന്നു. ചൈനയിലെ ഫുഡാൻ യൂണിവേഴ്സിറ്റിയിലെ അമേരിക്കൻ സ്റ്റഡീസ് സെന്ററിലെ പ്രൊഫസറായ സാങ് ഡിയോഡോങ് പറയുന്നത് ഇന്ത്യയെ ഒരിക്കലും ട്രംപ് വ്യാപാര യുദ്ധത്തിന് ഇരയാക്കാൻ സാധ്യതയില്ല എന്നാണ്. ഇന്ത്യയും US തമ്മിൽ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിലും ഇറക്കുമതി ചുങ്കത്തിന്റെ കാര്യത്തിലുമെല്ലാം ചില്ലറ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും വ്യാപാര യുദ്ധത്തിൽ നിന്നും ട്രംപ് ഇന്ത്യയെ ഒഴിവാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്നും സാങ് ഡിയോഡോങ് പറയുന്നു. ട്രംപ് പ്രസിഡന്റ് ആയ ശേഷം ഏറ്റവും ആദ്യം US സന്ദർശിക്കുകയും ട്രംപിനൊപ്പം സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്ത നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കം അപാരമാണെന്ന് ചൈനയിലെ നേതാക്കളും വിലയിരുത്തുന്നു. നിലവിൽ ഇന്ത്യ US സംബന്ധിച്ചിടത്തോളം ചൈനയോളം വലിയ വ്യാപാര പങ്കാളിയല്ല. ട്രംപ് US പ്രസിഡന്റ് ആയിരുന്ന 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ US നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ചൈന വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം പ്രസിഡന്റ് കാലഘട്ടത്തിലും മോദി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നത് തന്നെയാണ് ചൈനയിലെ രാഷ്ട്രീയ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. ചൈനക്കാർ ഏറ്റവും അധികം ഭയപ്പെടുന്ന പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുകയാണ്. കാരണം ജോ ബൈഡന്റെ കാലത്തും ഇതേ മോദി ഇന്ത്യക്ക് വേണ്ടി ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയതായും ചൈന വിലയിരുത്തുന്നു. കെന്നഡിയുടെ കാലത്ത് ഇന്ത്യ എങ്ങനെയാണോ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്, അതിന് തത്തുല്യമായ നേട്ടങ്ങൾ മോദി ബൈഡന്റെ കാലത്തും ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ബൈഡൻ സർക്കാരുമായി ബന്ധപ്പെട്ട ഡീപ് സ്റ്റേറ്റ് എന്ന ശക്തികൾ മോദിക്കെതിരെ നടത്തിയ ചില നീക്കങ്ങൾ അവസാന നാളുകളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബംഗ്ലാദേശ് പ്രശ്നം, ഖലിസ്ഥാൻ പ്രശ്നം എന്നിവ ബൈഡന്റെ കാലത്തുണ്ടായ ചില കല്ലുകടികളാണ്. അപ്പോഴേക്കും ട്രംപ് എത്തിയത് മോദി സർക്കാരിന് അനുഗ്രഹമായിരിക്കുകയാണ്. മോദി ഈ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തുകയാണ്. ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പിന്നാലെ വിദേശകാര്യമന്ത്രി ജയശങ്കറെ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനയച്ചു. അതിന് പിന്നാലെ മോദി തന്നെ US സന്ദർശനവും നടത്തി. മോദിയുടെ ഈ നീക്കങ്ങൾ ശരിക്കും ചൈനയെ അമ്പരപ്പിക്കുകയാണ്. കാരണം വരാനിരിക്കുന്ന നാളുകളിൽ ചൈനയുമായി കൂടുതൽ വ്യാപാര യുദ്ധങ്ങൾക്ക് ഒരുങ്ങുക തന്നെയാണ് US ട്രംപും. ചൈനീസ് സാധനങ്ങൾക്ക് 10% നികുതി ഏർപ്പെടുത്തിയ സംഭവത്തിൽ ചൈന US തിരിച്ചടിക്കുന്ന ചില നടപടികൾ എടുത്തത് വരും കാലങ്ങളിൽ US ചൈനയും കൊമ്പ് കോർക്കുമെന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത്. US കമ്പനിയായ ഗൂഗിളിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. കാൽവിൻ ക്ലെയിൻ എന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ഫാഷൻ ഡിസൈൻ കമ്പനിയുടെ ഉടമകളായ PVH കോർപ്പിനെ ബ്ലോക്ക് ലിസ്റ്റിൽ പെടുത്തിയും അമേരിക്കയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചൈന. ടോമി ഹിൽഫിഗർ, കാൽവിൻ ക്ലെയിൻ, വാർണേഴ്സ്, ഓർഗ, ട്രൂ ആൻഡ് കോ തുടങ്ങിയ അമേരിക്കൻ ബ്രാൻഡുകളുടെ ഉടമസ്ഥരാണ് PVH കോർപ്പ്.